ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുരുഷോത്തമ ലാൽ എഴുതിയ ദ പോയറ്റ് എന്ന പോയമാണ്. ആദ്യം നമുക്ക് പോയറ്റിനെ പറ്റി നോക്കാം. പുരുഷോത്തമ ലാൽ വാസ് എ പയനിയറിംഗ് ഇന്ത്യൻ പോയറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് പ്രൊഫസർ. പുരുഷോത്തമ ലാൽ ഒരു പയനിയർ ഇന്ത്യൻ കവിയും ഉപന്യാസകാരനും പ്രൊഫസറുമായിരുന്നു. ബേസ്ഡ് ഇൻ കൊൽക്കത്ത, ഹി ടോച്ച് ഇംഗ്ലീഷ് അറ്റ് സെൻറ്റ് സേവിയർ കോളേജ് ഫോർ ഓവർ 14 years. കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ 40 വർഷത്തിലേറെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഫൗണ്ടിങ് ദ ഇൻഫ്ലുവൻഷ്യൽ പബ്ലിഷിംഗ് ഹൗസ് റൈറ്റേഴ്സ് വർക്ക്ഷോപ്പ് ആറ്റ് ഫോർ ഹിസ് മോണുമെൻ്റൽ ഇംഗ്ലീഷ് ട്രാൻസ്ക്രിയേഷൻ ഓഫ് ദ എപ്പിക് മഹാഭാരത. സ്വാധീനമുള്ള പ്രസാധക സ്ഥാപനമായ റൈറ്റേഴ്സ് വർക്ക്ഷോപ്പ് സ്ഥാപിച്ചതിനും ഇതിഹാസമായ മഹാഭാരതത്തിൻ്റെ മഹത്തായ ഇംഗ്ലീഷ് ട്രാൻസ്ക്രിയേഷൻ നടത്തിയതിനും അദ്ദേഹം പ്രശസ്തനാണ്. ബോൺ ഇൻ കപൂർത്തല, പഞ്ചാബ് ഇൻ 1929, he moved to Calcutta as a child and earned his masters in English from the University of Calcutta. 1929 പഞ്ചാബിലെ കപൂർത്തലയിലാണ് അദ്ദേഹം ജനിച്ചത്. കുട്ടിക്കാലത്ത് അദ്ദേഹം കൊൽക്കത്തയിലേക്ക് താമസം മാറി. കൊൽക്കത്ത സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടി. ഇനി അദ്ദേഹത്തിൻ്റെ മഹാഭാരത ട്രാൻസ്ക്രിയേഷൻ നോക്കാം. ലാൽ സ്പെൻഡ് എ ലൈഫ് ടൈം റെൻഡറിംഗ് ദ എപ്പിക് സാൻസ്ക്രിത് പോയം മഹാഭാരത ഇൻടു കണ്ടംപററി ഇംഗ്ലീഷ് പോയട്രി. ഹി പബ്ലിഷ്ഡ് ഇറ്റ് ഇൻ ഹൺഡ്രഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ fascicles and held weekly Sunday readings to test the rhythm of his lines. ലാൽ തൻ്റെ ജീവിതകാലം മുഴുവൻ സംസ്കൃത കാവ്യമായ മഹാഭാരതത്തെ സമകാലിക ഇംഗ്ലീഷ് കവിതകളാക്കി മാറ്റി. നൂറുകണക്കിന് വ്യക്തിഗത ഫാസിക്കുകളായി അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുകയും തൻ്റെ വരികളുടെ താളം പരീക്ഷിക്കുന്നതിനായി ആഴ്ചതോറും ഞായറാഴ്ച വായനകൾ നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ റൈറ്റേഴ്സ് വർക്ക്ഷോപ്പിനെ പറ്റി നോക്കാം. ഇൻ 1958 he founded Writers Workshop, a publishing house dedicated to promoting emerging Indian writers in English. The press became famous for its distinct hand-bound sari cloth covers and helped launch the careers of major authors like Vikram Seth and Kamala Das. 1958 ഇംഗ്ലീഷിൽ വളർന്നു വരുന്ന ഇന്ത്യൻ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രസാധക സ്ഥാപനമായ റൈറ്റേഴ്സ് വർക്ക്ഷോപ്പ് അദ്ദേഹം സ്ഥാപിച്ചു. വ്യതിരിക്തവും കൈകൊണ്ടു കെട്ടിയതുമായ സാരി തുണി കവറുകൾക്ക് ഈ പത്രങ്ങൾ പ്രശസ്തമായി. വിക്രം സേത്ത്, കമല ദാസ് തുടങ്ങിയ പ്രമുഖ എഴുത്തുകാരുടെ കരിയർ ആരംഭിക്കാൻ ഇത് സഹായിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ അവാർഡ്സിനെ പറ്റി നോക്കാം. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ, ഇന്ത്യാസ് 4th ഹയസ്റ്റ് സിവിലിയൻ ഹോണർ ഇൻ 1917 ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ. സാഹിത്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് 1970 ഇന്ത്യയിലെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ അദ്ദേഹത്തിന് ലഭിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ കരിയറിനെ പറ്റി നോക്കാം. അലോങ്സൈഡ് ടീച്ചിങ്, ഹി വാസ് എ സ്പെഷ്യൽ പ്രൊഫസർ ഓഫ് ഹോഫ്സ്ട്രാ യൂണിവേഴ്സിറ്റി ആൻഡ് ഹെൽഡ് ന്യൂമറസ് വിസിറ്റിംഗ് പ്രൊഫസർഷിപ്പ് അക്രോസ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അധ്യാപനത്തോടൊപ്പം ഹോഫ്സ്ട്രാ സർവകലാശാലയിൽ സ്പെഷ്യൽ പ്രൊഫസറായിരുന്നു അദ്ദേഹം. അമേരിക്കയിലുടനീളം നിരവധി വിസിറ്റിംഗ് പ്രൊഫസർഷിപ്പുകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയത്തിൻ്റെ സമ്മറിയിലേക്ക് കിടക്കാം. പി ലാലിൻ്റെ ദി പോയറ്റ് എന്ന കവിത ഒരു ആധുനിക കലാകാരൻ്റെ യാഥാർത്ഥ്യബോധമുള്ളതും അല്പം ആക്ഷേപഹാസ്യപരവുമായ ഒരു ചിത്രമാണ്. ബാഹ്യമായി വിചിത്രവും അശ്രദ്ധവുമായ പെരുമാറ്റം ഉണ്ടായിരുന്നിട്ടും കവിക്ക് എങ്ങനെ ആഴത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു കണ്ണുണ്ടെന്ന് ഇത് എടുത്തു കാണിക്കുന്നു. ഒരു സ്ത്രീ മുടി ചീകുന്നത് പോലെ ദൈനംദിന കാഴ്ചകളെ ആഴത്തിലുള്ളതും വിഷാദാത്മകവുമായ കലയിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിവുള്ളതാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഈ കവിതയുടെ സംഗ്രഹത്തെ 2 പ്രധാന തീമുകളായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. ദി ക്ലംസി ഔട്ട്സൈഡർ, കാട്ടുമുടിയുള്ള ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു വിചിത്ര വ്യക്തിയായിട്ടാണ് കവിയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പാർട്ടികളിൽ അയാൾ വിക്കാറുണ്ട്, പൊതുഗതാഗതത്തിൽ ബുദ്ധിമുട്ടുന്നു, ഷൂസ് ശരിയാക്കുന്നത് പോലുള്ള പ്രായോഗിക ജോലികൾ അവഗണിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി അദ്ദേഹത്തെ സൂക്ഷ്മ നിരീക്ഷകനായിട്ടും കണക്കാക്കുന്നു. ഈ വിചിത്രമായ സ്വഭാവ സവിശേഷങ്ങൾ ഉണ്ടെങ്കിലും അയാൾക്ക് സൂക്ഷ്മമായ ഗ്രഹണശേഷിയുണ്ട്.
സമൂഹത്തിൻ്റെ മറഞ്ഞിരിക്കുന്നതും ഇരുണ്ടതുമായ യാഥാർത്ഥ്യങ്ങൾ അയാൾ ശ്രദ്ധിക്കുന്നു. ഉദാഹരണത്തിന് കള്ളക്കടത്തുകാരെയും വേശ്യകളെയും പോലെയുള്ള ആളുകളുടെ പുഞ്ചിരിയിലെ ഭയവും കൃത്രിമത്വവും അയാൾ അനുഭവിക്കുന്നു. കവിതയുടെ കേന്ദ്രബിന്ദു കവി കാണുന്നത് ഒരു സ്ത്രീ തൻ്റെ ഇരുണ്ട പട്ടുപോലെയുള്ള മുടി വെയിലത്ത് ചീകുന്നതാണ്. അവളുടെ കണ്ണുകൾ സാധാരണമാണെങ്കിലും അയാളുടെ ഭാവന അവയെ അഗാധമായ ദുഃഖത്തിൻ്റെയും നഷ്ടപ്പെട്ട വാഞ്ഛയുടെയും ആഗ്രഹത്തിൻ്റെയും പ്രതീകങ്ങളായി മാറ്റുന്നു. ഈ കൃതിയിലൂടെ പി. ലാൽ കവിയുടെ ഒരു കുറ്റമറ്റ നായകനായിട്ടല്ല കാണുന്നത്, മറിച്ച് ലൗകിക ലോകത്ത് വികാരങ്ങളുടെ മറഞ്ഞിരിക്കുന്ന പാളികൾ കണ്ടെത്താൻ ഭാവന അനുവദിക്കുന്ന സങ്കീർണമായ ഒരു നിരീക്ഷകനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പി. ലാൽസ് poem The Poet is a satirical and introspective portrait of an eccentric poet. പി. ലാലിൻ്റെ ദി പോയറ്റ് എന്ന കവിത ഒരു വിചിത്ര കവിയുടെ ആക്ഷേപഹാസ്യവും ആത്മപരിശോധനാപരവുമായ ചിത്രീകരണമാണ്. ഇറ്റ് കോൺട്രാസ്റ്റ്സ് റൈറ്റേഴ്സ് ക്ലംസി disorganized personal life with his sharp, sensitive, artistic eye, culminating in a profound appreciation for the beauty of everyday moments. എഴുത്തുകാരൻ്റെ വിചിത്രവും ക്രമരഹിതവുമായ വ്യക്തിജീവിതത്തെ അദ്ദേഹത്തിൻ്റെ മൂർച്ചയുള്ളതും സംവേദനക്ഷമതയുള്ളതുമായ കലാപരമായ കണ്ണുമായി താരതമ്യം ചെയ്യുന്നു. ഇത് ദൈനംദിന നിമിഷങ്ങളുടെ സൗന്ദര്യത്തോടുള്ള അഗാധമായ വിലമതിപ്പിൽ കലാശിക്കുന്നു. ഇനി ഡീറ്റെയിൽഡ് അനാലിസിൽ നോക്കാം. The poem unfolds in two distinct halves, exploring the duality of the poet's character, the clumsy persona. First stanza. കവിയുടെ സ്വഭാവത്തിൻ്റെ ദ്വൈതത പര്യവേക്ഷണം ചെയ്തുകൊണ്ട് കവിത രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളായി വികസിക്കുന്നു. അതിൽ ഒന്നാമത്തേതിലുള്ളത് വിചിത്രമായ വ്യക്തിത്വമാണ്. The poem opens by describing a stereotype of the disorganized artist. The poet sports wild hair, stammers during social parties, fumbles when catching a tram, and forgets to mend his worn-out shoes. Yet underneath this bumbling exterior, he possesses a fiercely observant mind. He notices grim, unromantic realities like a spider's intimacy, harlots and black marketers. ആദ്യ ഖണ്ഡികയിലെ വിചിത്രമായ വ്യക്തിത്വത്തെ പറ്റിയാണ് പറയുന്നത്. അസംഘടിതനായ കലാകാരൻ്റെ ഒരു സ്റ്റീരിയോടൈപ്പ് വിവരിച്ചുകൊണ്ടാണ് ഈ കവിത ആരംഭിക്കുന്നത്. കവി കാട്ടുമുടി കളിക്കുന്നു എന്നാണ് പറയുന്നത്. സാമൂഹിക പാർട്ടികളിൽ മുരടിക്കുന്നു, ട്രാം പിടിക്കുമ്പോൾ കുഴയുന്നു, തൻ്റെ പഴകിയ ഷൂസ് നന്നാക്കാൻ മറക്കുന്നു. എന്നിരുന്നാലും ഈ വിചിത്രമായ ബാഹ്യഭാഗത്തിന് കീഴിൽ അയാൾക്ക് വളരെ നിരീക്ഷണ ബുദ്ധിയുള്ള ഒരു മനസ്സുണ്ട്. ചിലന്തിയുടെ കുടലുകൾ, വേശ്യകൾ, കരിഞ്ചന്തക്കാർ എന്നിവ പോലുള്ള ഇരുണ്ട പ്രണയരഹിതമായ യാഥാർത്ഥ്യങ്ങൾ അയാൾ ശ്രദ്ധിക്കുന്നു. അടുത്തത് ദ റൊമാൻറ്റിക് ഒബ്സർവർ. സെക്കൻഡ് സ്റ്റാൻസ. The poem shifts to a deeply romantic lyrical tone when the poet watches a woman in the sun combing her long dark hair. This ordinary everyday action triggers a powerful imaginative leap. Lal writes that her common eyes stretch to a land or lost. The poet's hyperactive imagination spins a profound narrative of yearning, hope and heartbreak over what might have been, transforming a mundane moment into a moody theatrical experience. രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് റൊമാൻറ്റിക് ഒബ്സർവറിനെ പറ്റിയാണ്. സൂര്യപ്രകാശത്തിൽ ഒരു സ്ത്രീ തൻ്റെ നീണ്ട ഇരുണ്ട മുടി ചീകുന്നത് കവി കാണുമ്പോൾ കവിത ആഴത്തിലുള്ള പ്രണയപരവും ഗൗനരചയിതാവുമായ ഒരു സ്വരത്തിലേക്കാണ് മാറുന്നത്. ഈ സാധാരണവും ദൈനംദിനവുമായ പ്രവൃത്തി ശക്തമായ ഒരു ഭാവനാപരമായ കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്നു. ലാൽ എഴുതുന്നത് സാധാരണ കണ്ണുകൾ ഒരു ദേശത്തേക്ക് നഷ്ടപ്പെട്ട ഒരു ദേശത്തേക്ക് നീളുന്നു എന്നാണ്. കവിയുടെ അതിസജീവമായ ഭാവന എന്തായിരിക്കാം എന്നതിനെക്കുറിച്ചുള്ള ആഗ്രഹം, പ്രതീക്ഷ, ഹൃദയവേദന എന്നിവയുടെ ആഴത്തിലുള്ള ആഖ്യാനത്തെ കറക്കുന്നു.
ഒരു ലൗകിക നിമിഷത്തെ ഒരു മൂടി നാടകാനുഭവമാക്കി മാറ്റുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി കീ തീംസ് നോക്കാം. ആർട്ടിഫൈസ് വിയേഴ്സ് റിയാലിറ്റി. The poet is presented as someone who navigates a reality filled with both ugly, stark truths and imagined emotional landscapes. ഇതിൽ പറയുന്നത് കൃത്രിമത്വം വിയേഴ്സ് യാഥാർത്ഥ്യമാണ്. വൃത്തികെട്ടതും നഗ്നവുമായ സത്യങ്ങളും സാങ്കല്പിക വൈകാരിക ഭൂപ്രകൃതികളും നിറഞ്ഞ ഒരു യാഥാർത്ഥ്യത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായിട്ടാണ് കവിയെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. The transfiguring power of art. The poem highlights how the creative mind possesses a unique ability to find extraordinary, complex emotions like repentance and sorrow in the most ordinary everyday sights. ഏറ്റവും സാധാരണമായ ദൈനംദിന കാഴ്ചകളിൽ പോലും അസാധാരണവും സങ്കീർണവുമായ വികാരണങ്ങൾ, ഉദാഹരണം പശ്ചാത്താപം, ദുഃഖം പോലുള്ളവ കണ്ടെത്താനായിട്ടുള്ള കഴിവ് സൃഷ്ടിപരമായ മനസ്സിന് എങ്ങനെയുണ്ടെന്ന് ഈ കവിത എടുത്തു കാണിക്കുന്നു. ഈ പോയത്തിൽ കവി എഴുത്തുകാരൻ്റെ വിചിത്രവും ക്രമരഹിതവുമായ വ്യക്തിജീവിതത്തെ അദ്ദേഹത്തിൻ്റെ മൂർച്ചയുള്ളതും സംവേദനക്ഷമതയുള്ളതുമായ കലാപരമായ കണ്ണുമായി താരതമ്യം ചെയ്യുന്നു. ഇത് ദൈനംദിന നിമിഷങ്ങളുടെ സൗന്ദര്യത്തോടുള്ള അഗാധമായ വിലമതിപ്പിൽ കലാശിക്കുന്നു. ഇതിൽ കവി ഒരു വിചിത്ര കവിയുടെ ആക്ഷേപഹാസ്യവും ആത്മപരിശോധനയുമാണ് ചിത്രീകരിക്കുന്നത്. ഈ കവിതയിലൂടെ കവി പറയുന്നത് കവിയെ ഒരു കുറ്റമറ്റ നായകനായിട്ടല്ല കണക്കാക്കുന്നത്, മറിച്ച് ലൗകിക ലോകത്തെ വികാരങ്ങളിലൂടെ മറഞ്ഞിരിക്കുന്ന പാളികൾ കണ്ടെത്താൻ ഭാവന അനുവദിക്കുന്ന സങ്കീർണമായ നിരീക്ഷകനായിട്ടാണ് കവിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. See you next video.